കേരളത്തിലെ VC നിയമനത്തിൽ ഗവർണറും സർക്കാരും തമ്മിൽ സമവായം. സാങ്കേതിക സർവകലാശാല VC-ആയി ഡോക്ടർ സിസ തോമസിനെ നിയമിച്ച് ലോക്ഭവൻ ഉത്തരവ്. ഡിജിറ്റൽ സർവകലാശാല VC-ആയി ഡോക്ടർ സജി ഗോപിനാഥിനെയും നിയമിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഹാൻഡ്സ്റ്റോൺ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഹാൻഡ്സ്റ്റോൺ, എന്തായാലും ഏറെ നാളായുള്ള സർക്കാരും അതോടൊപ്പം ഗവർണറും തമ്മിലുള്ള തർക്കത്തിനൊടുവിൽ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള കൂടിക്കാഴ്ചയോടെ സമവായം ആവുകയാണ്. രുചിഷ്, ഈ ഞായറാഴ്ചയാണ് ക്രിസ്മസ് വിരുന്ന് ക്ഷണിക്കുന്നതിനായി മുഖ്യമന്ത്രി നേരിട്ട് ലോക്ഭവനിലെത്തിയത്. ക്രിസ്മസ് വിരുന്നിന് ക്ഷണിക്കുന്നതിനോടൊപ്പം തന്നെ കേരളത്തിലെ 2 സർവകലാശാലകൾ അഥവാ KTUവിലും അതിനോടൊപ്പം തന്നെ ഡിജിറ്റൽ സർവകലാശാലകളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട വിഷയം ഇരുവരും തമ്മിൽ ചർച്ചയായി. ഇതിനിടയിലാണ് ഒരു സമവായ നീക്കത്തിലേക്ക് ഇരുകൂട്ടരും എത്തിയത്. മുഖ്യമന്ത്രി പ്രോ ചാൻസലർ ആയിട്ടുള്ള ഡിജിറ്റൽ സർവകലാശാലയിൽ വൈസ് ചാൻസലറായി ഡോക്ടർ സജി ഗോപിനാഥിനെയും ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു പ്രോ ചാൻസലർ ആയിട്ടുള്ള സാങ്കേതിക സർവകലാശാലയിൽ ഡോക്ടർ സിസ തോമസിനെ നിയമിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇരുകൂട്ടരും എത്തി. ഇരുവർക്കും സ്വീകാര്യരായ 2 പേരെ തീരുമാനിക്കുകയായിരുന്നു ലക്ഷ്യം. അത് ഈ കൂടിക്കാഴ്ചയിൽ സംഭവിച്ചു. പിന്നാലെ സുപ്രീം കോടതി നിയോഗിച്ച ജസ്റ്റിസ് സുധാംശു ധൂലിയെ ഈ വിവരം അറിയിച്ചു. അതിനുശേഷമാണ് അല്പസമയം മുമ്പ് ലോക്ഭവൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഇതിൻ പ്രകാരം ഡോക്ടർ സിസ തോമസ് കേരള സാങ്കേതിക സർവകലാശാലയുടെ പുതിയ സ്ഥിര വൈസ് ചാൻസലറായി നിയമനം ഏറ്റെടുക്കും. ഒപ്പം ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഡോക്ടർ സജി ഗോപിനാഥും മാറും. ഇരുവർക്കും 4 വർഷമാണ് ചുമതലയുള്ളത്. അല്ലാത്ത പക്ഷം 65 വയസ്സ് പൂർത്തിയാകുന്നത് വരെയാണ് അവർക്ക് ചുമതലയുള്ളത്. എന്തായാലും സംസ്ഥാനത്ത് വർഷങ്ങളായി നിലനിന്നിരുന്ന ഒരു നിയമക്കുരുക്ക് അതിന് ഒരു അന്ത്യം വന്നിരിക്കുന്നു, അല്ലെങ്കിൽ നിയമ പോരാട്ടത്തിന് ഒരു അന്ത്യം വന്നിരിക്കുന്നു. ഒപ്പം തന്നെ സംസ്ഥാനത്തെ 2 സർവകലാശാലകൾക്ക് സ്ഥിര VC ലഭിച്ചിരിക്കുന്നു. രുചീഷ്.